വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാനങ്ങനെ ഒരുപാട് കുക്കിങ്ങും ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മീൽ ടൈമിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളൊരു സാധനം ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നതെങ്കിൽ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, ഈ ഒരു സമയത്ത് അത് കറക്റ്റായിട്ട് തീരുവോ കഴിയുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയൊന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ള സാധനം എനിക്കിഷ്ടമുള്ള രീതിയിൽ സമയമെടുത്ത് വളരെ സ്ലോലി തന്നെ മൈൻഡ്ഫുള്ളി ആയിട്ടുള്ള ഒരു സാധനമാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ആഫ്റ്റർനൂൺ എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്യാം. എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള കുക്കിംഗ് പാറ്റേൺ ഒന്നും തന്നെ ഞാൻ ഫോളോ ചെയ്യാറില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ബോറടിക്കുന്നത് പോലെ തോന്നും. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജി ബോളാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം ആദ്യം തന്നെ പോയിട്ട് നമുക്ക് ടേബിൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഒരു ക്ലോത്ത് ഒക്കെ വിരിച്ച് അതിനൊന്ന് സെറ്റ് ചെയ്യാം. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും അത് പോയിട്ട് വിശാലമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് സാവധാനം അത് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു. ഈ ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറെ ചായയോ കാപ്പിയോ ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല കേട്ടോ. ഞാനൊരു ചായ പേഴ്സണേ അല്ല, ഒട്ടും തന്നെ പണ്ടെപ്പോഴോ ചായ കുടിച്ചിട്ടുള്ളതാണ്. പിന്നെ കോഫിയാണ് പിന്നെയും കുടിക്കാറുള്ളത്. എന്നിരുന്നാലും ഇന്ന് ഞാൻ കോഫിയും അവോയ്ഡ് ചെയ്തേക്കുവാണ്. കാരണം കോഫി ഇങ്ങനെ റെഗുലറായിട്ട് കുടിച്ചു വരുമ്പോഴത്തേക്കിനും അതൊരു അഡിക്ഷൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട്, എന്തിനാ നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള കുക്കിങ്ങിനകത്തോട്ട് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. കുക്കിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ ഒരു മീൽ പ്രിപ്പറേഷൻ എന്ന് തന്നെ പറയണം. കാരണം ഞാൻ നോക്കിയിട്ട് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മളുടെ നാട്ടിലേക്കാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും കുറച്ച് സമയമെടുത്ത് ഉണ്ടാക്കുന്നതാണ്. അതെന്താണെങ്കിലും പുട്ടാണെങ്കിലും ഇടിയപ്പം ആണെങ്കിലും ഒക്കെ. ഇപ്പം അതല്ല, ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനങ്ങളിലേക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ഈവനിങ്ങിൽ സ്നാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഏർപ്പാടൊന്നും തന്നെ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. വല്ലപ്പോഴും ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ തോന്നുന്ന സമയത്ത് മാത്രമേ സ്നാക്സ് പ്രിപ്പയർ ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ മെയിൻ മീലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എനർജി ബോളാണ്. ഈ എനർജി ബോൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പീനട്ട്സ് ആണ്, നമ്മളുടെ കടലയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ ആദ്യം തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് മുൻപ് ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മുൻപൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ അവനിൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളൊരു 2-2.25 മിനിറ്റൊക്കെ ജസ്റ്റ് ഈ അവൻ്റെ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് ഇത് മൈക്രോവേവിൻ്റെ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിത് നല്ലതുപോലെ റോസ്റ്റായി കിട്ടും. അങ്ങനെ റോസ്റ്റായി കിട്ടുന്നതിനെ നമ്മൾ വെളിയിലേക്ക് എടുത്തിട്ട് ഒരു കുറച്ച് നേരം അതിൻ്റെ ഒരു ചെറുതായിട്ട് അതിൻ്റെ ചൂടൊന്ന് പോയി കഴിഞ്ഞാൽ അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് തൊലിയുള്ള പീനട്ട്സ് ആയത് കാരണം എനിക്ക് ആ തൊലിയൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തൊലി ഇല്ലാത്ത പീനട്ട്സ് കിട്ടും. അതാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയവും കഷ്ടപ്പാടും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു ഇടിക്കുന്ന സംഭവമില്ലേ, ഈ ഒരു ഇടിക്കുന്ന കല്ല്, ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓരോ സമയത്തും ഇതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു സമയം എപ്പോഴും ഓർക്കാറുണ്ട് കേട്ടോ. നിങ്ങളും ഓർക്കാറില്ലേ? നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് മുന്നേ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ള ഒരു സാധനം അത് ഓരോ സമയത്തും ഉപയോഗിക്കുമ്പോഴത്തേക്കിനും അത് എപ്പോഴാണ് വാങ്ങിയ ആ ഒരു ഇൻസിഡൻറ്റും ഒക്കെ മനസ്സിൽ കൂടെ പോവാറില്ലേ? നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ കടലയെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരമായിട്ട് മിക്സിയിൽ കറക്കില്ല. അങ്ങനെ ചെയ്താൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് എണ്ണ വരും അതിൽ നിന്ന്. ആ ഒരു പരുവത്തിൽ വരുന്നില്ല. നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ പൊടിക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഞാനിവിടെ എടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരു ഒന്ന് മാറ്റിയെടുക്കണം. ഇവിടെ ഞാനിപ്പം പ്രിപ്പയർ ചെയ്യുന്നത് എനർജി ബോൾസ് ആണ്. അപ്പം അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഒരു തരത്തിലുള്ള എനർജി തരുന്നതല്ലാത്ത, അല്ലെങ്കിൽ ജങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ കഴിക്കാത്ത ഒരാളാണ്, ഇതിനോടൊക്കെ നോ പറയുന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിക്കില്ല കേട്ടോ. നമ്മൾ ശീലിച്ച് വന്ന, നമ്മൾ ഭയങ്കരമായിട്ട് ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണല്ലോ. നമ്മൾ ട്രഡീഷണലി ഒരുപാട് സാധനങ്ങൾ, അതും ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ ഭയങ്കര ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അതൊക്കെ തന്നെ കഴിക്കും. അതിനൊക്കെ ഇഷ്ടമാണ്. പക്ഷേങ്കിൽ പറ്റുന്ന അത്രയും അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ എനർജി ബോൾസ് ഉണ്ടാക്കി വയ്ക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നും. ആ ഒരു ടെൻഡൻസി നല്ലതുപോലെയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്തത്
ഞാൻ ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ കഴിക്കുന്ന ആ ഒരു കാര്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മെയിൻലി അത് കഴിക്കുക എന്നുള്ളതല്ല, ഒരു ചെറിയൊരു സ്വീറ്റ്നെസ് ഒക്കെ നമുക്ക് കിട്ടുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ ക്രേവ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഇതേപോലുള്ള എനർജി ബോൾസ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ആദ്യം കുറച്ച് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും മഞ്ച് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെക്കുന്നത്. പക്ക ഒരു സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ബഡ്സ് തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിനെ ബോൾസ് ആക്കി എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വളരെ നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഒരു ദിവസം ഒരെണ്ണമൊക്കെ കഴിച്ചാൽ മതി. ഇനി ഒരുപാട് ക്രേവിങ് ഉണ്ടെങ്കിൽ 1-2 എണ്ണമൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. അപ്പം ഇത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, വെളിയിൽ വെച്ചാലും കുറച്ച് ദിവസം കേടാവാതിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാലും ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ചീത്തയായി പോകത്തില്ല. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടയ്ക്കൊന്നെടുത്ത് കഴിക്കാനുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറിയ ബോൾസ് ആക്കി മാറ്റിയാലും മതി, ഒരുപാട് വലിയ ബോൾ ആക്കുകയും വേണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ അഡീഷണലി ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇതിൽ വന്നേക്കുന്ന ഒരു സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്സിൻ്റെ സ്വീറ്റ്നെസ് ആണ്. അപ്പോൾ ഞാൻ ഈ ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഡൈനിങ് ടേബിളിൽ ഇട്ടിട്ടുള്ളത് ഒരു ക്ലോത്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ മെയിൻലി വിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വുഡൻ ഡൈനിങ് ടേബിളാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിൽ സ്ക്രാച്ചസ് വീഴും. ഇപ്പോൾ കുട്ടികളും കൂടി ഉണ്ടെങ്കിൽ അവർ പല തരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും. പിന്നെ അവർ ഡ്രോ ചെയ്യാനും അവരുടെ സ്കൂളിലെ വർക്കിനൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാറുണ്ട്. അപ്പം പെൻസിലും കൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കതൊരു ഹാബിറ്റാണ്, പെൻസിലും കൊണ്ട് അവിടെ എല്ലാം വരച്ചു വയ്ക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഞാൻ ഇതേപോലെ ക്ലോത്ത്സ് വിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ചിറ്റ് ചാറ്റും അതേപോലെ തന്നെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മൈൻഡ്ഫുൾ കുക്കിംഗ് സെഷനും ഇവിടെ കഴിഞ്ഞേക്കുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.